ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ അർച്ചനയും സച്ചിയും രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിന്നാൽ മാത്രമേ ഈ കുഞ്ഞിന്റെ ജാതകദോഷത്തിൽ നിന്നും രണ്ട് വീട്ടുകാർക്കും ഒരു പരിഹാരം നേടാൻ സാധിക്കൂ എന്ന് തീർത്തു പറയുകയാണ് ജ്യോത്സ്യൻ. തുടർന്ന് അർച്ചന തന്റെ മനസ്സിനെ സത്യങ്ങൾ ഉൾക്കൊള്ളാൻ പാകപ്പെടുത്തുകയാണ്. ആരും തന്റെ കുഞ്ഞിനെ പഴിക്കുന്നത് കേൾക്കാനായി അർച്ചനയ്ക്ക് സാധിക്കില്ല. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവർക്കും ആഹാരം വിളമ്പിക്കൊടുക്കുന്ന അർച്ചനയെയാണ്. അർച്ചന ബലമായി തന്നെ അവന്തികയെയും എല്ലാവരുടെയും ഒപ്പം തന്നെ പിടിച്ചിരുത്തുന്നു. അർച്ചനയുടെ ഭാവമാറ്റം കണ്ട് സംശയത്തോടെ നോക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. തുടർന്ന് അർച്ചന പറയുകയാണ്, ഇത് നെല്ലിശ്ശേരിയിലെ എന്റെ അവസാനത്തെ രാത്രിയാണ്. നാളെ നേരം വെളുക്കുമ്പോൾ എന്നേക്കുമായിട്ട് ഞാൻ ഈ നെല്ലിശ്ശേരി വീടിന്റെ പടിയിറങ്ങും. ഇത് കേൾക്കുന്ന സച്ചിയും സേതുമാധവനും അർച്ചനയെ ഞെട്ടലോടെ നോക്കുമ്പോൾ ഇത് കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് അവന്തിക. തുടർന്ന് അർച്ചന മുറിയിലേക്ക് പോകുമ്പോൾ സച്ചിയും അർച്ചനയുടെ പിന്നാലെ പോവുകയാണ്. താൻ എന്തൊക്കെയാണോ ഇപ്പൊ പറഞ്ഞതെന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, സച്ചേട്ടാ, ഞാൻ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യം തന്നെയാണ്. നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ ഈ നെല്ലിശ്ശേരി വിട്ട് പോകും. അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചന തന്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. സച്ചി അർച്ചനയെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അർച്ചന തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ നേരം പുലർച്ചെയാകുന്നു. അർച്ചന ബാഗെല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങാനൊരുങ്ങുന്നതാണ് കാണിക്കുന്നത്. സന്ദീപും അനഘയും ആതിരയും ഒക്കെ ചേർന്ന് സേതുവിനോട് അർച്ചനയെ തടയാൻ പറയുന്നുണ്ടെങ്കിലും ഇത് ഞാനെടുത്ത തീരുമാനമല്ലല്ലോ, അർച്ചന എടുത്ത തീരുമാനമല്ലേ. എന്താണെങ്കിലും എനിക്കതിലൊരു പങ്കുമില്ലെന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് സേതു. പിന്നീട് കാണിക്കുന്നത് അവന്തികയുടെ അടുത്തേക്ക് ദേഷ്യത്തോടെ ചെല്ലുന്ന ധനുഷിനെയാണ്. ധനുഷ് പറയുകയാണ്, അവന്തികെ, നിനക്കൊരു കാര്യം അറിയാമോ? നീ കാരണം ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങുന്നതേ ഈ വീടിന്റെ ഐശ്വര്യമായ അർച്ചനയെടത്തിയാണ്. എന്താണെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തെന്നും എല്ലാവരെയും പടിയിറക്കുന്നതിനോടാ എനിക്ക് താല്പര്യമെന്നും പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുന്നു. എന്നാൽ അർച്ചന ഇറങ്ങുന്നത് കാണാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ട് തന്നെ സേതു മുറിയുടെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അങ്ങനെ നെല്ലിശ്ശേരിയിലെ നിലവിളക്ക് അണയുകയാണ്. അർച്ചന കാറിൽ കയറാൻ പോകുന്ന സമയത്ത് തന്നെ സേതുവിന് നെഞ്ചുവേദന അനുഭവപ്പെടുകയാണ്. വേദന അടക്കി പിടിച്ചുകൊണ്ട് തന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കട്ടിലേക്ക് ഇരിക്കുന്ന സേതുവിനെയാണ് കാണിക്കുന്നത്. അർച്ചന പോകുന്നത് കാണാനുള്ള ത്രാണിയില്ല കൊണ്ട് തന്നെ സച്ചിയും താഴേക്ക് ഇറങ്ങി വരുന്നില്ല. അവന്തിക സന്തോഷത്തോടെ അർച്ചനയെ കാറിലേക്ക് കയറ്റുമ്പോൾ അവന്തികയോട് അർച്ചന പറയുകയാണ്, ഞാൻ ഇങ്ങോട്ടേക്ക് ഇനി തിരിച്ചു വരാൻ പോകുന്ന ദിവസം നിങ്ങളുടെ പടിയിറക്കമായിരിക്കും നെല്ലിശ്ശേരിയിൽ നിന്നും എന്നേക്കുമായിട്ട്. അതുമാത്രം നിങ്ങൾ ഓർത്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന തന്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. അർച്ചനയില്ലാത്ത നെല്ലിശ്ശേരിയിൽ തന്റെ തന്ത്രങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ അവന്തികയ്ക്ക് സാധിക്കുമോ? വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.